കേവലമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയത്തിന്റെ പേരിൽ ഈ നാടിന്റെ കേരള മാതൃകയെ പിന്നോട്ടടിക്കാനാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും UDF-ഉം പരിശ്രമിക്കുന്നതെങ്കിൽ. നമസ്കാരം. കതക് പൊളിച്ചു തിന്നുന്ന അച്ചി എത്ര തൊണ്ടകീറിപ്പാടിയാലും സംഗീതം വരില്ല എന്നത് സാഹിത്യ നിരൂപകനായ KP അപ്പൻ്റെ ഒരു നിരീക്ഷണമായിരുന്നു. സംഗീതത്തിൽ മാത്രമല്ല, സമൂഹത്തിലും രാഷ്ട്രീയത്തിലുമെല്ലാം ഒരു സ്വരശുദ്ധി ആവശ്യമാണ്. അതില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് വല്ലാത്ത അരോചകമായി തോന്നും. ഈ സ്വാതന്ത്ര്യദിനം നമുക്ക് ഏറെ സന്തോഷപ്രദമാകുന്നത് ഡാക്ടർ ചിന്താ ജെറോം DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നു എന്ന വാർത്ത കൂടി ചേരുമ്പോഴാണ്. ഓരോ കാലത്തും ഓരോ പ്രസ്ഥാനത്തെ നയിക്കാനും നശിപ്പിക്കാനും ചില കരുത്തുറ്റ കരങ്ങൾ ആവശ്യമാണ്. ഈ ജെൻസി യുഗത്തിൽ കാലം ആവശ്യപ്പെടുന്നത് ചിന്താ ജെറോമിനെയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചിന്താ ജെറോമിലുണ്ടായ ജൈവികമായ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചിന്താ ജെറോം കന്മദം സിനിമയിലെ മഞ്ജു വാര്യരുടെ ബോൾഡായ ഒരു ക്യാരക്ടറായിരുന്നു. ഭരണം കിട്ടി പിന്നീടുള്ള വർഷങ്ങളിൽ ചിന്താ ജെറോം കളിപ്പാട്ടം സിനിമയിലെ ഉർവശിയെ പോലെയായി. കൊഞ്ചലും കുഴയിലും വേഷഭൂഷാദികളും ഹാസ്യത്തിലേക്ക് വഴുതി വീഴുന്ന ഭാവഹാവാദികളുമായിരുന്നു. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രപ്പോസൽ വരെ മരം വെട്ടുകാരൻ്റെ ഓണപ്പരിപാടിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഭരണമുള്ള കാലത്ത് ഏതോ സ്വപ്നാടകയെ പോലെയായിരുന്നു ചിന്താ ജെറോം. ഇതിനിടയിൽ ക്യൂബ സന്ദർശിക്കുകയും അവിടുത്തെ നഗരങ്ങളിലൂടെ ഓല ഓല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും കണ്ടു. നാട്ടിൽ വന്ന് എവിടെ പ്രസംഗിച്ചാലും പൊതിച്ചോർ മാഹാത്മ്യം അഴിച്ചു വയ്ക്കുന്ന കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിച്ചില്ല. എന്തായാലും ചിന്ത പ്രതീക്ഷിച്ചതുപോലെ പിണറായിക്ക് തുടർഭരണം കിട്ടിയില്ല. ഇപ്പോൾ ചിന്തയിലുണ്ടായിരിക്കുന്ന മാറ്റം കുളപ്പുള്ളി ലീലയുടെ കഥാപാത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ്. കൊല്ലത്ത് മുഴങ്ങിക്കേട്ട സർഗസംഗീതം പോലെ തോന്നിക്കുന്ന ആ മുദ്രാവാക്യം ഓർമ്മയില്ലേ? എന്തായാലും ആ മുദ്രാവാക്യത്തോടെ പാർട്ടിക്ക് ഒരു കാര്യം ഉറപ്പായി. പുതിയ തലമുറയെ നയിക്കാൻ എന്തുകൊണ്ടും പ്രാപ്ത ചിന്താ ജെറോമാണ്. പിണറായി വിജയൻ കുശുമ്പ് മൂത്ത് KK ശൈലജയെ രാഷ്ട്രീയ ഗുരുതി കൊടുത്ത വകയിൽ സനോജ് എന്ന യുവ വിപ്ലവകാരി MLA ആയി സഭയിലെത്തി. ഒപ്പമുണ്ടായിരുന്ന വസീഫ് തീർത്തും അനാഥനായി ഇപ്പോഴും അലയുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിലധികം വോട്ടിൻ്റെ തോൽവിയാണ് ഈ പാവത്തിന് ജനം സമ്മാനിച്ചത്. ആൾ വലിയ തീപ്പന്തമൊക്കെ ആണെങ്കിലും കത്തി സ്വയം അമരുന്നതാണ് ഏതു പ്രക്ഷോഭത്തിലും നമ്മൾ കാണുന്നത്. ആ ഒഴിവിലേക്കാണിപ്പോൾ ഡാക്ടർ ചിന്താ ജെറോമും വിജിൻ MLAയും എത്തിയിരിക്കുന്നത്. DYFIക്കും SFIക്കും ഒന്നും CPM മാതൃസംഘടനയല്ല എന്നാണ് ഈ കൊച്ചു സഖാക്കൾ മുൻപ് ചാനൽ ചർച്ചകളിൽ പറഞ്ഞു നടന്നിരുന്നത്. പിന്നെ എന്തിനാണ് DYFIക്ക് വേണ്ടി MV ഗോവിന്ദൻ പാനൽ അവതരിപ്പിച്ചത്? DYFIയും CPMും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയാണ് ഇവർ നേരത്തെ പറഞ്ഞു നടന്നിരുന്നത്. പക്ഷേ DYFI നേതാവ് അരിവാൾ ചുറ്റിക അടയാളത്തിൽ മത്സരിച്ച് നിയമസഭയിൽ എത്തുകയും ചെയ്തു. DYFIയുടെ നേതാവായിട്ടും നിയമസഭയ്ക്കകത്തും പുറത്തും ഒരു നല്ല പ്രസംഗമോ രാഷ്ട്രീയ കാഴ്ചപ്പാടോ മുന്നോട്ട് വയ്ക്കാൻ കഴകത്തുള്ള നേതാവല്ല VK സനോജ്. ഇപ്പോൾ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിജിൻ MLA മാത്രമാണ് ഈ യുവാക്കൾക്കിടയിൽ അല്പമെങ്കിലും സൗമ്യതയും മര്യാദയുമുള്ള ഒരു നേതാവെന്ന് തോന്നുന്നു. എന്തായാലും പ്രസിഡന്റായ സ്ഥിതിക്ക് ചിന്താ ജെറോമിനെ കാത്തിരിക്കുന്നത് 5 വർഷക്കാലം നീളുന്ന മഹായുദ്ധമാണ്. പോകുന്നിടത്തും വരുന്നിടത്തും ചോദിക്കുന്നിടത്തുമെല്ലാം പൊതിച്ചോറ് വിതരണം ചെയ്യുന്നതിൻ്റെ മാഹാത്മ്യം മാത്രം ചിന്ത പറയരുത്. കാരണം അത് കേട്ട് കേട്ട് ജനം മടുത്തതാണ്. വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടതുകൈ അറിയരുത് എന്നാണല്ലോ പ്രമാണം. ചിന്താ ജെറോം ഇനിയുള്ള കാലം ഏതു പദവിയിലെത്തിയാലും കുറേ വാക്കുകൾ നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ജിമിക്കിയും കമ്മലും, വാഴക്കുല ഡോക്ടറേറ്റ്, അച്ഛനില്ലാ നേരത്ത്. ചിന്തയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്ക് അരികുവൽക്കരണമാണ്. പക്ഷേ നമ്മുടെ രാഷ്ട്രീയം എപ്പോഴും സ്ത്രീപക്ഷ രാഷ്ട്രീയവും ദളിതുകൾക്ക് ഒപ്പം ചേർന്ന് നിൽക്കുന്നതും അരികുവൽക്കരിക്കുന്ന മനുഷ്യർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നതും. സമൂഹത്തിൽ സ്ത്രീകളുടെ അന്തസ്സ് ഉയർത്താനും അവരെ സ്വതന്ത്രമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് കൈപിടിച്ചുയർത്താനുമാണല്ലോ ഈ DYFIയും പ്രവർത്തിക്കുന്നത്. അത്തരത്തിലുള്ള സ്ത്രീകളുടെ അന്തസ്സിനെ എത്രമാത്രം ഉയർത്തുന്ന തരത്തിലായിരുന്നു നിങ്ങളുടെ ആ മുദ്രാവാക്യം വിളി? എന്തിനു വേണ്ടിയായിരുന്നു അത്? അത് വൈകാരികമായൊരു മുദ്രാവാക്യ ഘോഷണമാണെന്നാണ് പറയുന്നത്. ഒറ്റ ലൈൻ സ്ക്രോൾ ഇറക്കി അസഭ്യ വർഷവുമായി ചിന്തയെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾ വന്നപ്പോൾ. ഇല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് പോട്ടെ, അതൊക്കെ ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പലതും പറയുമല്ലോ എന്ന് കരുതി വിടും. പക്ഷേ ആ സ്ക്രോള് കാണുമ്പം ഇനി ഞാൻ എവിടെയെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞോ എന്നാരെങ്കിലുമൊക്കെ നമ്മളെ സ്നേഹിക്കുന്നവർ തെറ്റിദ്ധരിച്ചാലോ. വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രി കഴുത്തുളുക്ക് അഭിനയിച്ചതിന് ഉള്ള ശിക്ഷയായിരുന്നു ആ മുദ്രാവാക്യം.
ഒന്നാലോചിച്ചാൽ ഈ പാർട്ടിയെ നയിക്കാൻ മേൽഘടകം മുതൽ കീഴ്ഘടകം വരെ നിയമിക്കപ്പെട്ട നേതാക്കളുടെ ലിസ്റ്റ് ഒന്ന് നോക്കുക. ദേശീയതലം MA ബേബി സാറിൻ്റെ കയ്യിൽ ഭദ്രമാണ്. സംസ്ഥാന തലത്തിൻ്റെ അലകും പിടിയും ഗോവിന്ദൻ്റെ കയ്യിൽ പരമഭദ്രമാണ്. തൊട്ടുതാഴെയുള്ള യുവജന സംഘടനയായ DYFയുടെ അമരത്തോ ഡാക്ടർ ചിന്താ ജെറോം. അതിനു താഴത്തെ SFI ഘടകം കണ്ടാൽ നമ്മൾ രോമാഞ്ചം കൊണ്ടുപോകും. തുപ്പൽപ്പൊരിയെ തീപ്പൊരിയാക്കുന്ന യുവ നേതാവ് ശിവപ്രസാദ്. ഈ 4 പേരുടെ തോളിൽ ഞാന്നു വേണം CPM എന്ന മഹാപ്രസ്ഥാനം നാളെയുടെ കരുത്താർജിക്കാൻ. ഒരർത്ഥത്തിൽ VD സതീശൻ എന്ന മുഖ്യമന്ത്രി പരമഭാഗ്യവാനാണ്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, MV ഗോവിന്ദൻ നിത്യവും വന്ന് വാർത്താ സമ്മേളനം നടത്തണം, അദ്ദേഹം ഞങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യമാണെന്ന്. ഇപ്പോഴിതാ മറ്റൊരു ഐശ്വര്യം കൂടി വന്നു ചേർന്നിരിക്കുന്നു, ചിന്താ ജെറോം. ചിന്ത എവിടെ പ്രസംഗിച്ചാലും പ്രകടനം നടത്തിയാലും ഒരു 10,000 പേര് വെറുക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ്. ബാലസംഘത്തിൻ്റെ കാലം മുതൽ പ്രസംഗിച്ചു പരിശീലിച്ച കുറേ കസ്റ്റഡി വാക്കുകളല്ലാതെ വേറെ ഒന്നും തന്നെ ചിന്തയുടെ പ്രസംഗത്തിലില്ല. പേരിൽ ചിന്തയുണ്ടെങ്കിലും ചിന്താശേഷിയോ രാഷ്ട്രീയ ബോധ്യമോ ഇല്ല. ഇപ്പോഴും ഈ സ്ത്രീ ചങ്കിൽ ചൈനയെയും കരളിൽ ക്യൂബയെയും തലയിൽ പിണറായി വിജയനെയും വെച്ചുകൊണ്ട് നടക്കുകയാണ്. തലച്ചോറിൻ്റെ സ്ഥാനത്ത് പൊതിച്ചോറാണ്. DYFയിലൂടെ നിയമസഭയ്ക്ക് അകത്തെത്തണമെങ്കിൽ ഇതൊന്നും പോരാ സഖാവേ. DYFയുടെ ഒരു ദേശീയ നേതാവുണ്ട്, ഇത്തവണ കാലാവധി തീരുന്നതോടെ അതിയാനും അനാഥനാകും. DYFയ്ക്ക് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിരിക്കുന്നു എന്ന മട്ടിലാണ് ഇപ്പോൾ സൈബർ കമ്മികളുടെ തള്ളിമറിക്കൽ. ആണായാലും പെണ്ണായാലും പൊതുസമൂഹത്തിൻ്റെ വിശ്വാസമാർജിക്കാൻ കഴിയാത്ത ആളുകൾ നേതൃത്വത്തിലെത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. തൊമ്മനും മക്കളും എന്ന തരത്തിൽ ഗോവിന്ദനും ചിന്തയും ശിവപ്രസാദും ചേർന്ന് നയിക്കുന്ന നവ കമ്മ്യൂണിസ്റ്റ് കേരളത്തിനായി നമുക്ക് കാത്തിരിക്കാം സഖാക്കളെ.